ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 549, സൂറത്ത് യൂസുഫ്, ആയത്തുകൾ 83 മുതൽ 100 വരെ, പേജ് നമ്പർ 849. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറൻ ഫസബ്റുൻ ജമീൽ عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم. وتولى عنهم وقال يا أسفا على يوسف وابيضت عيناه من الحزن فهو كظيم. قالوا تالله تفتأ تذكر يوسف حتى تكون هرضا أو تكون من الهالكين. قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. يا بني اذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين. قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون. قالوا أئنك لأنت يوسف؟ قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين. قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين. قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين. اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. ولما فصلت العير قال أبوهم إني لأجد ريح يوسف لولا أن تفندون. قالوا تالله إنك لفي ضلالك القديم. فلما أن جاء البشير ألقاه على وجهه فارتد بصيرا قال ألم أقل لكم إني أعلم من الله ما لا تعلمون. قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين. قال سوف أستغفر لكم ربي إنه هو الغفور الرحيم. فلما دخلوا على يوسف آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين. ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن وجاء بكم من البدو
البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف بما يشاء إنه هو العليم الحكيم. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 550, സൂറത്ത് യൂസുഫ് ആയത്ത് 83, പേജ് നമ്പർ 849. ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, എന്നാൽ നിങ്ങളുടെ മനസ്സുകൾ ഒരു കാര്യം നിങ്ങൾക്ക് ഭംഗിയാക്കി കാണിച്ചു തന്നു. അതായത് യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു, ഫസ്വബ്റുൻ ജമീൽ, അതുകൊണ്ട് നന്നായി ക്ഷമിക്കുക തന്നെ. അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ, അല്ലാഹു അവരെല്ലാവരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് വന്നേക്കാം. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, നിശ്ചയമായും അവൻ സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. ആയത്ത് 84. വതവല്ല അൻഹും, അവരിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. വഖാല യാ അസഫ അല യൂസുഫ്, അദ്ദേഹം പറഞ്ഞു യൂസുഫിനെ സംബന്ധിച്ച് മഹാവ്യസനം തന്നെ. വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നി, ദുഃഖം നിമിത്തം അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും വെളുത്തുപോയി. ഫഹുവ കദീം, അങ്ങനെ അദ്ദേഹം ദുഃഖം ഉള്ളിയൊതുക്കി കഴിയുന്നവനാകുന്നു. യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതേ ക്ഷമാവചനം തന്നെയാണ് പറഞ്ഞത്. 2 മക്കളെയും ഒന്നിച്ച് പിന്നീട് കാണാമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. ദുഃഖവാർത്തയുമായി തിരിച്ചെത്തിയ മക്കളോട് കോപിക്കുകയോ അവരെ ശകാരിക്കുകയോ ചെയ്തില്ല. ഈ 2 മക്കളോടുള്ള സ്നേഹവും അവരുടെ വേർപാടിലുള്ള സങ്കടവും മറ്റു മക്കളോടുള്ള വെറുപ്പും കോപവും എല്ലാം യാക്കൂബ് അലൈഹിസ്സലാം ഉള്ളിയൊതുക്കി. ദുഃഖപരവശനായ അദ്ദേഹം കരഞ്ഞു ഒടുവിൽ കാഴ്ച നഷ്ടമായി. സങ്കടമുണ്ടാകുമ്പോൾ കരയുന്നതിൽ തെറ്റില്ല. ക്ഷമകേട് കാണിക്കലും നിരാശപ്പെടലും ദൈവതരരോട് സഹായമർത്ഥിക്കുകയും ഒക്കെയാണ് നിഷിദ്ധവും കുറ്റകരവുമായ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കണ്ണുകൾ കണ്ണീരൊഴിക്കും, ഹൃദയം സങ്കടപ്പെടുകയും ചെയ്യും. നമ്മുടെ രക്ഷിതാവ് തൃപ്തിപ്പെടുന്നതല്ലാതെ നാം ഒന്നും പറയുകയില്ല. ഇബ്രാഹിമേ, എൻ്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതർ തന്നെയാകുന്നു. ബുഖാരി 13:03, 12:41, മുസ്ലിം 61:67. ആയത്ത് 85. ഖാലൂ തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ, അവർ പറഞ്ഞു അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ യൂസുഫിനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ. ഹത്താ തകൂന ഹറദാ, നിങ്ങൾ പറ്റേ അവശനാകുന്നതുവരെ. ഔ തകൂന മിനൽ ഹാലികീൻ, അല്ലെങ്കിൽ നിങ്ങൾ നാശമടഞ്ഞവരിൽ പെട്ടവനാകുന്നതുവരെ. ഇനിയെങ്കിലും ഇതൊന്ന് മതിയാക്കുക, ഇങ്ങനെ ദുഃഖിച്ച് മരിച്ചു പോകും. പേജ് നമ്പർ 850, ആയത്ത് 86. ഖാല ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വേവലാതിയും എൻ്റെ വ്യസനവും അള്ളാഹുവിനോട് മാത്രമേ ആവലാതിപ്പെടുന്നുള്ളൂ. നിങ്ങൾ അറിയാത്തത് അള്ളാഹുവിങ്കിൽ നിന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. ആയത്ത് 87. യാ ബനിയദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി, എൻ്റെ മക്കളെ നിങ്ങൾ പോകുക, യൂസുഫിനെ പറ്റിയും അവൻ്റെ സഹോദരനെ പറ്റിയും ശരിക്കും നിങ്ങൾ അന്വേഷിക്കുക. വലാ തയ്അസൂ മിർ റൗഹില്ലാ, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങൾ ആശ മുറിയരുത്. ഇന്നഹു ലാ യയ്അസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിശ്ചയമായും അവിശ്വാസികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിൻ്റെ ആശ്വാസത്തെ സംബന്ധിച്ച് ആശ മുറിയുകയില്ല. ഒരു കാര്യത്തെ സംബന്ധിച്ചും അത് ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കരുത്. അത്തരത്തിൽ നിരാശ പാടില്ലെന്ന് ഖുർആൻ ഉണർത്തുന്നു. അവിശ്വാസികൾക്ക് അങ്ങനെ നിരാശ ബാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സമ്പൂർണ്ണ നിരാശ അവിശ്വാസിയുടെ സ്വഭാവമാകുന്നു. ഒരു വിശ്വാസി പ്രതീക്ഷ കൈവെടിഞ്ഞുകൂടാ. ആയത്ത് 88. ഫലമ്മാ ദഖലു അലൈഹി ഖാലു, അവർ യൂസുഫിന്റെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞു, യാ അയ്യുഹൽ അസീസു മസ്സനാ വഅഹ്ലനാ ദുർറു, ഓ അസീസ്, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദുരിതം ബാധിച്ചിരിക്കുന്നു. വജിനാ ബിബിദ്വാഅത്തിൻ മുസ്ജാത്തിൻ, ചെലവാകാത്ത ചരക്കുമായി ഞങ്ങൾ വരികയും ചെയ്തിരിക്കുന്നു. ഫഔഫി ലനൽ കൈല, അതിനാൽ ഞങ്ങൾക്ക് അളവ് പൂർത്തിയാക്കി തരണേ. വതസദ്ദഖ് അലൈന, ഞങ്ങൾക്ക് ധർമ്മം തരികയും ചെയ്യണമേ. ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ, നിശ്ചയമായും അല്ലാഹു ധർമ്മിഷ്ഠന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നതാകുന്നു. ധാന്യത്തിന് പകരമായി കൊണ്ടുവന്ന സാധനങ്ങൾ മോശപ്പെട്ടതാണ്, എന്നാലും ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കുറക്കരുതെന്നും അധികം തരണമെന്നും അവർ അപേക്ഷിക്കുന്നു. ആ അപേക്ഷയും കൂടി ആയപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയേണ്ട സമയമായി എന്ന നിലക്ക് അദ്ദേഹം ചോദിച്ചു. ആയത്ത് 89.
ഖാല ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിവരദോഷികളായിരുന്നപ്പോൾ യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അതൊന്നും നിങ്ങൾ മറന്നിട്ടുണ്ടായിരിക്കുകയില്ല. പേജ് നമ്പർ 851, ആയത്ത് 90. ഖാലൂ അഇന്നക ലഅൻത യൂസുഫ്. അവർ പറഞ്ഞു, നിങ്ങൾ തന്നെയാണോ യൂസുഫ്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് അല്ലാതെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയില്ല. അപ്പോൾ ഇത് യൂസുഫ് തന്നെ. ഖാല അന യൂസുഫ് വഹാദ അഖി. അദ്ദേഹം പറഞ്ഞു, ഞാൻ യൂസുഫാണ്, ഇതെൻ്റെ സഹോദരനുമാണ്. ഖദ് മന്നല്ലാഹു അലൈന. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആരെങ്കിലും ഭയഭക്തി പുലർത്തുകയും സഹനം അവലംബിക്കുകയും ചെയ്യുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു നിഷ്കളങ്കന്മാരുടെ പ്രതിഫലം പാഴാക്കുകയില്ല. അവരെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. നല്ലവരെ അള്ളാഹു രക്ഷിക്കും. അതിൻ്റെ മറുവശം കേൾക്കുന്നവന് മനസ്സിലാക്കാം. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 551, സൂറത്ത് യൂസുഫ്, ആയത്ത് 91, പേജ് നമ്പർ 851. ഖാലൂ തല്ലാഹി ലഖദ് ആഥറകല്ലാഹു അലൈനാ. അവർ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിശ്ചയമായും അള്ളാഹു ഞങ്ങളെക്കാൾ മുൻഗണന നൽകി തെരഞ്ഞെടുത്തിരിക്കുന്നു. വഇൻ കുന്നാ ലഖാതിഈൻ. നിശ്ചയമായും ഞങ്ങൾ തെറ്റുകാരായിരിക്കുന്നു. ആയത്ത് 92. ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മേൽ ഇന്ന് യാതൊരു കുറ്റാരോപണമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ കാരുണ്യവാന്മാരിൽ ഏറ്റവും കാരുണ്യവാനാണല്ലോ. അവർ ചെയ്ത അപരാധങ്ങൾക്ക് പകരമായി ഒന്നും ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സ്നേഹസമ്പന്നനായ ആ സഹോദരൻ. ആയത്ത് 93. ഇത് ഹബൂബി ഖമീസി ഹാദാ. നിങ്ങൾ എൻ്റെ ഈ കുപ്പായവും കൊണ്ട് പോകുക. ഫഅൽഖൂഹു അലാ വജ്ഹി അബീ. എന്നിട്ടത് എൻ്റെ പിതാവിൻ്റെ മുഖത്തിടുക. യഅതി ബസ്വീറ. അദ്ദേഹം കാഴ്ചയുള്ളവനായിത്തീരും. വഅതൂനി ബിഅഹ്ലികും അജ്മഈൻ. നിങ്ങളുടെ കുടുംബത്തെ എല്ലാം എൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്യുക. ഇവിടെ സുഖമായി പാർക്കാം. മുമ്പ് രക്തം പുരണ്ട യൂസുഫിൻ്റെ കുപ്പായം കണ്ടപ്പോഴാണ് യാക്കൂബ് അലൈഹിസ്സലാം ദുഃഖത്തിൻ്റെ ഗർത്തത്തിലായത്. ഇപ്പോൾ ആനന്ദത്തിൻ്റെ ശുഭസൂചനയോടെ യൂസുഫിൻ്റെ മറ്റൊരു കുപ്പായം. ആയത്ത് 94. യാത്രാസംഘം പുറപ്പെട്ടപ്പോൾ ഖാല അബൂഹും ഇന്നി ലഅജിദു റീഹ യൂസുഫ്. അവരുടെ പിതാവ് പറഞ്ഞു, എനിക്ക് യൂസുഫിന്റെ വാസന അനുഭവപ്പെടുന്നു. ലൗലാ അൻ തുഫന്നിദൂൻ. നിങ്ങൾ എന്നെ ബുദ്ധിഭ്രമിച്ചവനായി കണക്കാക്കിയില്ലായിരുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുമായിരുന്നു. വിദൂരതയിൽ നിന്ന് ആ വാസന അനുഭവിച്ചതിൽ അസാധാരണത്വമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ആയത്ത് 95. ഖാലൂ തല്ലാഹി ഇന്നക ലഫീ ളലാലികൽ ഖദീം. അവർ പറഞ്ഞു, നിശ്ചയമായും നിങ്ങളുടെ പഴയ വഴികേട് തന്നെയാണല്ലോ, ശരിക്കും ആലോചിക്കാതെ ഓരോ അതിമോഹവുമായി ഇരിക്കുകയാണല്ലോ. ആയത്ത് 96. ഫലമ്മാ അൻജാ അൽ ബഷീറു. അങ്ങനെ ആ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ വന്നെത്തിയപ്പോൾ അൽഖാഹു അലാ വജ്ഹിഹി. ആ കുപ്പായം അയാൾ പിതാവിൻ്റെ മുഖത്തിട്ടു. ഫർതദ്ദ ബസീറാ. അപ്പോൾ അദ്ദേഹം കാഴ്ചയുള്ളവനായി മാറി. ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അറിയാത്തത് അല്ലാഹുവിങ്കിൽ നിന്ന് ഞാൻ അറിയുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എൻ്റെ പ്രിയമകനെ എന്നിൽ നിന്ന് അകറ്റുവാൻ നിങ്ങൾ ശ്രമിച്ചു. യാതൊരു കുറ്റവും ചെയ്യാത്ത ആ കുട്ടിയെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? എന്നാൽ അവനെ എനിക്ക് മടക്കി എത്തിച്ചു തരുമെന്ന് അള്ളാഹു എന്നെ അറിയിച്ചിരുന്നു. ഞാനത് വിശ്വസിച്ച് ക്ഷമാപൂർവം കാത്തിരുന്നു. ആയത്ത് 97. ഖാലൂ യാ അബാനാ അസ്തഗ്ഫിർ ലനാ ദുനൂബനാ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരുവാൻ താങ്കൾ പ്രാർത്ഥിക്കണേ. ഇന്നാ കുന്നാ ഖാതിഈൻ. നിശ്ചയമായും ഞങ്ങൾ പാപികളായി തീർന്നിരിക്കുന്നു. ആയത്ത് 98. ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് പുറത്തു തരുവാൻ വഴിയെ പ്രാർത്ഥിക്കാം. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നിശ്ചയമായും അവൻ വളരെയേറെ പൊറുക്കുന്നവനും വളരെയേറെ കരുണയുള്ളവനുമാണല്ലോ. മനുഷ്യനും അള്ളാഹുവുമായി മാത്രം ബന്ധപ്പെട്ട ആരാധനാകർമ്മങ്ങളിൽ വീഴ്ച വന്നുപോയാൽ അത് പുറത്തു തരേണ്ടത് അള്ളാഹു ആയതുകൊണ്ട് അവനോട് പാപമോചനത്തിനായി അപേക്ഷിച്ചാൽ അവനിഷ്ടമുണ്ടെങ്കിൽ പുറത്തു തരും. മനുഷ്യനും സഹജീവികളുമായുള്ള ഇടപാടുകളിലും കടമകളിലും ബന്ധങ്ങളിലും തെറ്റുകൾ ചെയ്താൽ അതിന് അള്ളാഹുവിനോട് പൊറുക്കാൻ അപേക്ഷിക്കുക മുമ്പ് എന്ത് കാര്യത്തിലാണ് തെറ്റ് ചെയ്തത് ആ കാര്യവുമായി ബന്ധപ്പെട്ട വ്യക്തികളോടോ നേരിട്ട് മാപ്പ് ചോദിക്കണം. ബാധ്യതകൾ നിർവഹിച്ചു കൊടുക്കണം. ഇടപാടുകൾ തീർക്കണം. അതിനുശേഷമാണ് അള്ളാഹുവിനോട് മാപ്പിരക്കേണ്ടത്. ഇവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ യൂസുഫിനോട് വലിയ ചതിയും അക്രമവും ചെയ്തല്ലോ. അതിന് നേരിട്ട് യൂസുഫിനോട് പറഞ്ഞ്
മാപ്പ് ചോദിച്ച ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്നായിരിക്കാം യാക്കൂബ് അലൈഹി സ്വലാം ഉദ്ദേശിച്ചത്. അവർ പിതാവിനോട് അള്ളാഹുവിനോട് പുറത്തു തരാൻ അപേക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അപ്പോൾ അപ്രകാരം അപേക്ഷിക്കാതെ പിന്നീടാവാമെന്ന സൂചനയോടെ അവരോട് പ്രതികരിച്ചതിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. നിങ്ങളുടെ അവസ്ഥ നന്നായി വരുന്നത് എനിക്ക് കൂടി ബോധ്യം വരട്ടെ, അതിനുശേഷം പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്നും വിട്ടുവീഴ്ചയുടെയും സഹനത്തിൻ്റെയും പ്രതീകമായ ആ പ്രവാചകൻ കരുതിയിരിക്കാം. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹു മാത്രം. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ട പ്രകാരം യാക്കൂബ് നബിയും പുത്രന്മാരും കുടുംബവും ഈജിപ്തിലേക്ക് യാത്രയായി. ആയത്ത് 99. ഫലമ്മാ ദഖലു അലാ യൂസുഫ, അങ്ങനെ അവർ യൂസുഫിന്റെ അടുക്കൽ ചെന്നപ്പോൾ ആവാ ഇലൈഹി അബവൈഹി, അദ്ദേഹം തന്റെ മാതാപിതാക്കളെ തന്നിലേക്ക് അണച്ചുകൂട്ടി. വഖാല ദുഖുലു മിസ്റ ഇൻഷാ അല്ലാഹു ആമിനീൻ, അദ്ദേഹം പറയുകയും ചെയ്തു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിർഭയരായിക്കൊണ്ട് നിങ്ങൾ ഈജിപ്തിൽ പ്രവേശിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഇവിടെ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, സുഖമായി താമസിക്കാം. ആയത്ത് 100. വറഫഅ അബവൈഹി അലൽ അർശി, അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ സിംഹാസനത്തിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. വഖറൂ ലഹു സുജ്ജദ, അവർ അദ്ദേഹത്തിന് പ്രണമിച്ചുകൊണ്ട് വീണു. ആ കാലങ്ങളിൽ രാജാക്കന്മാർക്കും ഉന്നതന്മാർക്കും ജനങ്ങൾ അഭിവാദ്യമർപ്പിക്കൽ അങ്ങനെയായിരുന്നു, ആരാധനയുടെ പ്രണാമമല്ല ഇത്. വഖാല യാ അബതി ഹാദാ തഅ്വീലു റുയായ മിൻ ഖബൽ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയ പിതാവേ, മുമ്പത്തെ എൻ്റെ സ്വപ്നത്തിൻ്റെ പുലർച്ചയാകുന്നു ഇത്. ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ, എൻ്റെ റബ്ബ് ആ സ്വപ്നത്തെ സത്യമാക്കിയിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം സ്പഷ്ടമായി, ഈ ലോകത്ത് നടക്കാൻ പോകുന്ന സംഗതികളെല്ലാം അള്ളാഹു മുൻകൂട്ടി നിർണയിച്ചതാകുന്നു. അതിൽ യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. നിർണയിച്ചവൻ എല്ലാ കാര്യവും നടത്താൻ കഴിവുള്ളവനാകുന്നു. അവൻ്റെ അറിവും കഴിവും അപാരമാണ്. ഇത് നാം വിശ്വസിക്കണം. ഇതാണ് ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേത്. ഇതിലേക്കുള്ള വലിയ തെളിവാണ് യഥാർത്ഥമായ സ്വപ്നം. ഈ സ്വപ്നം മുഖേന ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വ്യംഗ്യമായോ വ്യക്തമായോ അള്ളാഹു ചിലർക്ക് മുന്നറിയിപ്പ് നൽകലുണ്ടെന്നത് അനുഭവമാണ്. വിശ്വാസിയായി കൊള്ളണമെന്നില്ല, അവിശ്വാസിക്കും അത് ലഭിച്ചത് വരാം. മിസ്റിലെ കാഫിറായ രാജാവിൻ്റെ സ്വപ്നവും കാഫിറായ ജയിൽ പുള്ളിയുടെ സ്വപ്നവും ഇതിനുദാഹരണങ്ങളാണ്. പേജ് 854. വഖദ് അഹ്സന ബി ഇത് അഖ്റജനി മിനസ് സിജ്നി, ജയിലിൽ നിന്ന് അള്ളാഹു എന്നെ മുക്തനാക്കിയപ്പോൾ എന്നെ സംബന്ധിച്ച് അവർ വളരെ നന്മ ചെയ്തിരിക്കുന്നു. വജാഅ ബിക്കും മിനൽ ബദ്വി, മരുഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ കൊണ്ടുവന്നപ്പോഴും മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി, എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ പിശാച് കുത്തിക്കലക്കിയതിന് ശേഷം വാപ്പ ഈ മകനോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ചു. അതിൽ മറ്റവർക്ക് അസൂയ തോന്നി. പിശാചിൻ്റെ പ്രേരണയാൽ അവർ പലതും ചെയ്തു. അത്യധികം പീഡനം അനുഭവിക്കുന്നവരായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. അത്യധികം പീഡനം അനുഭവിക്കുകയായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. എന്നിട്ട് അതിനെപ്പറ്റി ആ പ്രവാചകൻ പറഞ്ഞത് കേട്ടോ, എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ പിശാച് കുത്തിക്കലക്കി എന്ന്. ഈ കുഴപ്പത്തിൽ താനും പങ്കാളിയാണ് എന്നോണം. നോക്കുക, എന്തൊരു മഹത്തായ മാതൃക. യോജിപ്പിന് ആഗ്രഹിക്കുന്നവരും അതിനായി പ്രയത്നിക്കുന്നവരും ഇവിടെ പ്രത്യേകം ചിന്തിക്കേണ്ടതാകുന്നു. തൻ്റെ പക്കൽ യാതൊരു കുറ്റവും വന്നിട്ടില്ലെന്ന് എത്ര ഉറപ്പുണ്ടെങ്കിലും കുറ്റങ്ങളൊക്കെ മറുകക്ഷിയിൽ ചുമത്തി പറയലാണ് മനുഷ്യൻ്റെ സ്വഭാവം. ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാ, ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാ, നിശ്ചയമായും എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നതിനെ അതിസൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവനാകുന്നു. അനുഭവത്തിൽ വന്നതിന് ശേഷമേ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. തങ്ങളാണ് പ്ലാൻ ഇടുന്നതും നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ നടത്തുന്നതും എന്നൊക്കെ മനുഷ്യർ വെറുതെ വമ്പ് നടിച്ച് അഹങ്കരിക്കുകയാണ്. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, നിശ്ചയമായും അവൻ സർവജ്ഞനും യുക്തിപൂർവം പ്രവർത്തിക്കുന്നവനുമാകുന്നു.